ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഭീം യുപിഐ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാരിതോഷിക പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ആശാപ്രവർത്തകരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയം. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ആശമാർ. വയനാട് പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മണോളിക്കാവ് സംഘർഷവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനകാര്യ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകി മന്ത്രി കെ എൻ ബാലഗോപാൽ. റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കുന്നതിന് എത്രയും വേഗം കർമ്മസമിതി രൂപീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. ചെറിയ തുകയ്ക്കുള്ള ഭീം യുപിഐ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാരിതോഷിക പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ചെറുകിട കച്ചവടക്കാർക്ക് അധിക ചെലവ് കൂടാതെ യുപിഐ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി 1500 കോടി രൂപ ചെലവിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതായി മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 2000 രൂപ വരെയുള്ള പണമിടപാടുകളുടെ 0.15% പാരിതോഷികമായി നൽകുക. As per this scheme, for all transactions which are person to merchant, जो small merchants के payments होंगे up to 2000 rupees, उसमें कोई ट्रांजैक्शन की कॉस्ट नहीं लगेगी और उनको इंसेंटिव दिया जाएगा. और इसमें जो रिजर्व बैंक ऑफ इंडिया की जो स्टैंडर्ड डेफिनेशंस हैं वो सारी की सारी एप्लीकेबल होगी. इसमें रीइंबर्समेंट की टाइमिंग वगैरह बहुत क्लियरली डिफाइन की गई है, जिससे कि स्मॉल मर्चेंट्स को अपने कैश फ्लो में कोई दिक्कत नहीं हो. സംസ്ഥാനത്ത് 38 ദിവസമായി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ രണ്ടാംവട്ട ചർച്ചയും പരാജയം. സമരം തുടരുമെന്ന് ആശാപ്രവർത്തകർ അറിയിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതാണ് സംസ്ഥാന നിലപാടെന്നും വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. സമരം അവസാനിപ്പിക്കണമെന്നും മന്ത്രി ആശമാരോട് അഭ്യർത്ഥിച്ചു. ആശാപ്രവർത്തകർക്ക് അനുകൂല നിലപാടാണ് സംസ്ഥാനം സ്വീകരിക്കുന്നതെന്നും ചർച്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. 21,000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതും അവർ എക്സിറ്റ് ആകുമ്പോൾ 5 ലക്ഷം രൂപ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് വേണം എന്നുള്ളതുമാണ് പറഞ്ഞത്. അതിലൊരു അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. ഇനി കൂട്ടരുതെന്നുള്ള നിലപാടല്ല. സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിന്ന് ആശാപ്രവർത്തകരെ മാറ്റുകയും അത് സംബന്ധിച്ച ഗൈഡ് ലൈനിൽ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. ആശമാരുമായി രാവിലെ ദേശീയ ആരോഗ്യ ദൌത്യം സ്റ്റേറ്റ് ഡയറക്ടർ വിനയ് ഗോയൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയത്. അതേസമയം തങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ സർക്കാർ അംഗീകരിച്ചില്ലെന്ന് ചർച്ചയ്ക്ക് ശേഷം ആശാപ്രവർത്തകർ പ്രതികരിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരക്കാർ പ്രതിഷേധ പ്രകടനവും നടത്തി. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും ആശമാർ അറിയിച്ചു. ആരോഗ്യമന്ത്രാലയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകി. ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ചർച്ചയിൽ ആവർത്തിച്ചു. എൻഎച്ച്എം സ്റ്റിയറിംഗ് കമ്മിറ്റി ഇക്കാര്യം ശുപാർശ ചെയ്തതായും മന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കി. കണ്ണൂർ തലശ്ശേരി മണോളിക്കാവ് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുണ്ടായ സംഘർഷം സംബന്ധിച്ച ഉപക്ഷേപ നോട്ടീസ് തള്ളിയ സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുണ്ടായ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അറസ്റ്റ് ചെയ്ത പ്രതിയെ അനധികൃതമായി മോചിപ്പിക്കുകയും ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്ന് സണ്ണി ജോസഫാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയം പൊതുപ്രാധാന്യം അർഹിക്കാത്തതും അടിയന്തര സ്വഭാവമില്ലാത്തതും ആയതിനാൽ നോട്ടീസ് അനുവദിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. വിഷയം സബ്മിഷനായി ഉന്നയിക്കാമെന്നും സ്പീക്കർ നിർദ്ദേശിച്ചു. പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന സംഭവമാണ് മണോളിക്കാവിൽ ഉണ്ടായതെന്നും സർക്കാരിന് അപ്രിയമായ കാര്യങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നത് സമ്മതിക്കില്ല എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ ഭാവി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധനകാര്യ ബില്ലിന്മേൽ നടന്ന ചർച്ചകൾക്ക് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകൾക്കും മതിയായ പരിഗണന ലഭ്യമാക്കുന്ന ധനവിനിയോഗ രീതിയാണ് സർക്കാർ പിന്തുടരുന്നത്. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. രാഷ്ട്രീയമായി സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നതിനായി കേന്ദ്രം ധനവിഹിതം വെട്ടിക്കുറയ്ക്കുന്നതായും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. വയനാട് പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം.
26,56,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇതിനായി അനുവദിക്കും. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പഠനാവശ്യത്തിനായി 10 ലക്ഷം രൂപ അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റെയിൽ പാതയുടെ ഡിപിആറിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിപുലമായി സംഘടിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. റാങ്കിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കുന്നതിനുള്ള കർമ്മസമിതി എത്രയും വേഗം രൂപീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. സമിതിയുടെ കരട് രൂപം 7 ദിവസത്തിനകം അറിയിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കും. തൊടുപുഴ നഗരസഭയിൽ LDFന് ഭരണം നഷ്ടമായി. നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെ UDF അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം 12-നെതിരെ 18 വോട്ടുകൾക്ക് പാസായി. UDFനൊപ്പം BJPയിലെ ഒരു വിഭാഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. വിപ്പ് ലംഘിച്ച 4 കൌൺസിലർമാരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചു. നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ ലോക്സഭയിൽ നടത്തിയ പ്രസ്താവന കേരള വിരുദ്ധ നിലപാടാണെന്ന് മന്ത്രി പി രാജീവ്. കേന്ദ്രമന്ത്രി എന്ന പദവിയിലിരുന്ന് പറയാൻ പാടില്ലാത്ത രാഷ്ട്രീയ പ്രതികരണമാണിതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന കേരളത്തിലെ തൊഴിലാളികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണെന്ന് CITU നേതാവും മുൻ MPയുമായ എളമരം കരീം പ്രതികരിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ റെയ്സീന സംഭാഷണത്തിനിടെ അനുകൂലിച്ച് സംസാരിച്ചതിൽ ശശി തരൂർ MPയെ പ്രശംസിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മറ്റ് കോൺഗ്രസുകാരിൽ നിന്ന് വിഭിന്നനാണ് ശശി തരൂരെന്ന് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞു. മീനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. 10 നാൾ നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിനായി ഏപ്രിൽ 1-നാണ് ഇനി നട തുറക്കുക. 2-നാണ് ഉത്സവ കൊടിയേറ്റ്. തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ സംഗീത സഭയുടെ ത്രിമൂർത്തി സംഗീതോത്സവം നാളെ മുതൽ ആരംഭിക്കും. കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 3 ദിവസം നീളുന്ന സംഗീതോത്സവം ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ മറ്റന്നാൾ കാവ്യപഥം കവിതാ ശില്പശാല സംഘടിപ്പിക്കുന്നു. പ്രശസ്ത കവി വി മധുസൂദനൻ നായർ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. കേരള ഹൈക്കോടതി മുൻ ജഡ്ജിമാരായ ജസ്റ്റിസ് അശോക് മേനോനും ജസ്റ്റിസ് ഷെർസി വിയും നാളെ ഉപലോകായുക്തമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭാ സമുച്ചയത്തിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 148 പോയിന്റ് ഉയർന്ന് 25,449-ലും നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 22,908-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കൂടി. പവന് 320 രൂപ കൂടി 66,320 രൂപയും ഗ്രാമിന് 8,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീം UPI പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാരിതോഷിക പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ആശാപ്രവർത്തകരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയം. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ആശമാർ. വയനാട് പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മണോളിക്കാവ് സംഘർഷവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനകാര്യ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകി മന്ത്രി KN ബാലഗോപാൽ. റാങ്കിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കുന്നതിന് എത്രയും വേഗം കർമ്മസമിതി രൂപീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.